മേഘ ഇതെവിടെയാണ്? മേഘ രാവിലെ ഇവിടെ ഇങ്ങനെ ഒന്ന് 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 മിന്നായം പോലെ എന്നൊക്കെ പറയില്ലേ, കണ്ടിരുന്നു. മേഘ മാധവൻ എവിടെ? കഴിക്കണ്ടേ? അപ്പൊ ഇത് ലൈവ് ചെയ്യണ്ടേ? ലൈവ് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ മേഘ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയോ? അല്ല, ലൈവും ചെയ്യണം, ഭക്ഷണം കഴിക്കുകയും വേണം. ഓ അങ്ങനെ. കലോത്സവത്തിനെത്തുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള കലോത്സവത്തിലെ ഒരു പ്രധാന ഇനമാണ് ഭക്ഷണപ്പുര, പാചകപ്പുര എന്ന് പറയുന്നത്. അവിടെ പോയിരിക്കാം. അവിടെ കലാപ്രതിഭയുണ്ട്, വർഷങ്ങളായി. മേഘയാണോ പാചകപ്പുരയിലെ കലാപ്രതിഭ? ആണോ? അല്ല, പാചകപ്പുരയിലെ കലാപ്രതിഭ. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ മീറ്റ് റെക്കോർഡ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ കലോത്സവത്തിന്റെ പാചകപ്പുരയുടെ റെക്കോർഡ് ആർക്കും വിട്ടുകൊടുക്കില്ല. കലാകാലങ്ങളായി രുചിയേറിയ വിഭവങ്ങൾ, ഓരോ ദിവസവും ഓരോ ഐറ്റവും. ഇപ്പോഴത്തെ ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ പായസങ്ങളാണ്. അപ്പൊ മേഘ ഇന്ന് ഏതാണ് പായസം എന്ന് അറിയാനാ പോയിരിക്കും. ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ വരും. ചോദിക്കാം ഇന്ന് ഏതാ പായസം എന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്, വിദിഷ. പായസം ടേസ്റ്റ് ചെയ്തോ? ഇന്ന് എന്താ സ്പെഷ്യൽ? രണ്ടുപേരും കൂടെ എന്നെ ട്രോളാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് മനസ്സിലായി. ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും സത്യമായിട്ടും ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമായിരുന്നു, അല്ലാതെ ട്രോളല്ല. മേഘ രാവിലെ ഇവിടെയൊക്കെ കണ്ടല്ലോ എന്ന് പിന്നെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നാ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞത്. രാവിലെ ഇപ്പൊ പായസങ്ങളൊക്കെ ആണ്, പായസം കഴിക്കാണെന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഉള്ളത് തന്നെ. ഏതായാലും തിരുവനന്തപുരത്ത് വന്നിട്ട് ബോളിയും പായസം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. പായസം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റെഡി ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, കാര്യങ്ങൾ മറിച്ചാണ്. പായസം 2 ഉരുളിയിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് നിൽക്കുകയാണ്. പഴയുടെ മോഹൻ നമ്പൂതിരി അവിടുന്ന് അതാ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താണ് പായസം എന്ന്, 2 പായസവും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത്. നമുക്ക് എന്താണ് പായസം, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചറിയാം. ഈ വഴിക്ക് ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഞാനിങ്ങനെ മണം പിടിച്ച് വരുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്, അത് ഏതായാലും മനസ്സിലായിട്ടുണ്ട്. 2 പായസം പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇത് എന്ത് പായസമാണ് എന്ന് മോഹൻ നമ്പൂതിരി നമുക്ക് ചോദിക്കാം. എന്താണ് ഇന്നത്തെ 2 പായസം കാണുന്നു, അവിടെ ഒരു പായസം? 2 പായസം എല്ലാത്തിലും ഒരേ പായസം തന്നെയാണ്. പ്രിപ്പറേഷൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. അല്ലല്ല, നമുക്ക് ഒരു ദിവസം 1000 ലിറ്റർ പായസം വേണം. അപ്പോൾ അത് 2 ഫിനിഷ് ചെയ്തു, ഇനി 2 കൂടി ഫിനിഷ് ചെയ്യണ്ട. അത് 500 ലിറ്റർ ഉണ്ട്, ഇനി ഇത് 500 ലിറ്റർ കൂടി ആവാനുണ്ട്. ഈ ഊട്ടുപുരയിലേക്ക് വരുമ്പം ഹൈലൈറ്റ് പായസമാണ്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? സ്പെഷ്യൽ കുമ്പളങ്ങ കൊണ്ടുള്ള പായസമാണ്. കുമ്പളങ്ങ നേരത്തെ ഇങ്ങനെ പച്ചക്കറി ക്യാരറ്റിലും ബീട്രൂട്ടിലും ഒക്കെ പായസം ഉണ്ടാക്കി പരീക്ഷണം നടത്തി. കുമ്പളങ്ങ ഇത് ആദ്യമായിട്ടാണോ പരീക്ഷിക്കുന്നത്? അല്ലല്ല, പരീക്ഷണമൊന്നുമല്ല, ഇത് നമ്മൾ സ്ഥിരം ചെയ്തതാ. പരീക്ഷണമല്ല. അങ്ങനെയല്ല, കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണോ കുമ്പളങ്ങ പായസം? ആദ്യമായിട്ടാണ് ചെയ്യണം കലോത്സവ വേദിയിൽ. കാരണം ഇത് വളരെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് എക്സ്പെൻസീവ് ആണ്. 2, ഭയങ്കര പണിയാണ് ഇത് ശരിയാക്കി എടുക്കാൻ. എന്നാലും മെനക്കെട്ട പണിയാണ് ഇത്. എപ്പോൾ തുടങ്ങിയതാ ഈ കുമ്പളങ്ങ പായസത്തിന് പിന്നിലുള്ള? രാത്രി 10 മണിക്ക്, ഇന്നലെ രാത്രി 10 മണിക്ക് തന്നെയാണ്. അപ്പോൾ എന്നാലും തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിക്കോട്ടെ കരുതി ഉറപ്പായിട്ടും. ഈ ഞാനൊരു കാര്യം എന്തായാലും നമ്പൂതിരി കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. ഈ ഉച്ചഭക്ഷണത്തിലേക്ക് ഒരു മധുരം, ഇന്നലെയൊക്കെ ഒരു മധുരം കലർന്ന കറി ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ഒരു മധുരം? അത് പച്ചടി. അത് നമ്മൾ മധുരം ചേർത്ത ഒരു മധുരം, അത് പച്ചടി എന്ന് തന്നെ അതിന് പറയാം. അത് മധുരമുള്ളതാണത്. എരിവുള്ള വിഭവങ്ങളോടൊപ്പം എരിവിന് നമ്മൾ കഴിക്കുന്ന എരിവ് ആർക്കെങ്കിലും കൂടുതൽ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ചെറിയൊരു മധുരം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു മധുരം കൂടി നുകർന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ദോശയാണ്. ഞാനിങ്ങനെ മണം പിടിച്ച് വന്നപ്പോൾ ദോശയുടെ അവിടെ പടിഞ്ഞാറക്കോട്ട അമ്പലത്തിൽ ഗണപതി അമ്പലത്തിനോട് വരുമ്പോൾ അവിടെ നിന്ന് മണം കിട്ടി. സ്പെഷ്യൽ കറികൾ ഉച്ചയ്ക്ക് എന്തായാലും നല്ല തിരക്കായിരിക്കും. എന്താണ് എല്ലാം റെഡി ആയി കഴിഞ്ഞല്ലേ? ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്, പായസം ഇവിടെ ഓരോന്നായിട്ട് ഓരോരോ അടുപ്പുകളിൽ ഓരോ സാധനം ഫിനിഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നിച്ചൊന്നും എല്ലാമല്ലോ, കാരണം വളരെ വോളിയം കൊണ്ട് ഒരുപാട് വോളിയം വേണ്ടതായതുകൊണ്ട് ഒന്നിച്ചൊരു സാധനം നമുക്ക് തീർക്കാൻ പറ്റില്ല. മാത്രമല്ല അത്രയും സാധനം ഒന്നിച്ച് ചെയ്താൽ അവിടെ കൊണ്ട് വയ്ക്കാനുള്ള സ്ഥലമില്ല. കുമ്പളങ്ങ പായസം ഇന്ന് വെറൈറ്റി ആണ്. ഇനി നാളെ ഇത്തരത്തിലുള്ള വെറൈറ്റി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഇല്ല, നമ്മള് ഒരു ദിവസം വെറൈറ്റി കൊടുക്കുള്ളൂ. എല്ലാ ദിവസവും വെറൈറ്റി ആയാൽ നമ്മുടെ കാര്യം ഇവിടെ തിക്കും തിരക്കായിരിക്കും അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ കാര്യം കട്ടൻ പോകാൻ മോളെ.
ഏതായാലും ഒരു ദിവസം ഇന്നത്തെ ദിവസം വെറൈറ്റി ഉണ്ട്. അത് കുമ്പളങ്ങ പായസമാണ്. ഇങ്ങോട്ട് വരണം, ഭക്ഷണം കഴിക്കണം, ഒപ്പം പായസവും നുകരണം. ഈ വെറൈറ്റി ഇനി ഒരിക്കലും കിട്ടില്ല എന്നതാണ് മോഹനൻ നമ്പൂതിരി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഭക്ഷണമൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന്റെ തകൃതിയായ ജോലികളാണ് ശരത് വിനിഷ ഇവിടെ നടക്കുന്നത്. വെറൈറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. കലോത്സവം ബാക്കി. ശരി മേഘ, ഇതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കലോത്സവം കൊണ്ട് മേഘ ഒരു കാര്യം പഠിച്ചു. എന്താ പറയുക, ഈ മധുരമുള്ളൊരു കൂട്ടാനുണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? അപ്പൊ പഴയിടം പറഞ്ഞു കൊടുക്കുകയാണ്, അതിന്റെ പേരാണ് പച്ചടി. അപ്പൊ മേഘ അത് പഠിച്ചു. ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വന്നതുകൊണ്ട് ഈ മേഘ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിക്കുമ്പോ ഈ പൊതി ഇങ്ങനെ തുറക്കാണ്. അപ്പൊ ഒരു മധുരത്തിന്റെ കറി, ഇതിന്റെ പേരെന്താന്ന് മനസ്സിലായില്ല. നമ്മൾ എല്ലാരും ചോദിച്ചത് എന്താണ് ഈ കറി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിലൊക്കെ പച്ചടിക്ക് ഒരു വെള്ള കളറാണ് ഉണ്ടാവും, ഇന്നൊരു മഞ്ഞ കളറിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തത്. ഞാനത് പറയാൻ പോയിരുന്നു. മേഘയോട് ഞാനത് ചോദിക്കൂ എന്ന്, പഴയിടത്തോട് ചോദിക്കൂ എന്ന് പറയുന്നത്. അല്ല, നമ്മളുടെ നാട്ടിലേക്ക് അതിന് കിച്ചടി എന്നാണ് പറയാ. അയ്യോ സാറേ, അത് വേറെ, അതിന് മധുരമില്ല. കിച്ചടിക്ക് മധുരമില്ല. ഇല്ലെങ്കിൽ വേഗം പഴയിടത്തിന്റെ അടുത്തോട്ടൊന്ന് പോയേ. കിച്ചടിക്ക് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചേ. പച്ചടിക്ക് മധുരം, കിച്ചടിക്ക് മധുരം ഇല്ല. അല്ല, പച്ചടി എന്ന് പറയുന്നത് പച്ചയാണ്. കിച്ചടി പാവയ്ക്ക കൊണ്ട് കിച്ചടി വെക്കുവോ? തീർത്തു തരാം. ഞങ്ങൾ അവിടെ ഒന്നും പറയരുത്. അവർക്കൊരു സംശയം, ഈ കിച്ചടി ഈ പച്ചടിക്ക് മധുരം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കിച്ചടിക്ക് മധുരം തന്നെയാണ്? കിച്ചടിക്ക് മധുരമില്ല. കിച്ചടി പുളിയും എരിവും കടുക് പച്ചക്കടുകിന്റെ സ്വാദമായിരിക്കും. പച്ചടി വരുമ്പോ പച്ചക്കടുകും മധുരം ഉണ്ടാവുള്ളൂ. പച്ചടിക്ക് ഒരു വെള്ള നിറത്തിലല്ലേ ഉണ്ടാവുക? അത് നിങ്ങൾ മാറ്റി പറയും. ചില സ്ഥലത്ത് ഞങ്ങൾ പച്ചടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിച്ചടി പറയും, നിങ്ങൾ കിച്ചടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചടി പറയും. അതിപ്പോ മലബാറാണ്, മലബാർ. ഇതിന്റെ ഓരോ സ്ഥല വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് അതിന് പല പേരും. ഇത് കിച്ചടി ആയാലും പച്ചടി ആയാലും അതിന്റെ ശരിക്കും അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താ പച്ചക്കടുകാണ്. പച്ചക്കടുകിന്റെ സ്വാദ് വന്നാലേ കിച്ചടി ആയാലും പച്ചടി ആയാലും എഫക്റ്റീവ് ആവുള്ളൂ. അത് തൈര് അത് ഞങ്ങളുടെ പ്രശ്നമല്ല. അതായത് ഓരോ നാടിനനുസരിച്ചുള്ള മാറ്റമാണ് എന്നാണ് മോഹനൻ നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ല. ഓക്കെ, നിറം മാറും. ഓരോ നാടിനനുസരിച്ച് നിറം മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പരിഗണിക്കണം. കിച്ചടി വേറെ, പച്ചടി വേറെ, കിച്ചടി വേറെ. പച്ചടി വേറെ, കിച്ചടി വേറെ. കിച്ചടി മധുരമുള്ളത്, പച്ചടി വീണ്ടും അബദ്ധത്തിൽ ചാടാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഏതായാലും ഇത്രയെങ്കിലും പഠിച്ചല്ലോ. ശരി, ഇത് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയി പച്ചടിയും കിച്ചടിയും ഒക്കെ വെക്കും എല്ലാവരും കൂടി, എന്നിട്ട് കഴിക്കും. ശരി.